എലിയാസ് തൻ്റെ അച്ഛനെ കൊല്ലാൻ ഏർപ്പാടാക്കിയതാണ് ജാക്കാൾ എന്നും അതിൻ്റെ മുഴുവൻ ക്യാഷും കൊടുക്കാത്തതിനാലാണ് എലിയാസിനെയും തട്ടിയതെന്ന് അവർക്ക് മനസ്സിലാകും. ഇതേസമയം ജാക്കാൾ നാട്ടിലേക്ക് തിരിക്കുന്നു. വഴിയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നു. മുൻപേ പോയ വാനിൽ ജാക്കാൾ തട്ടുന്നു. വാനിൻ്റെ ഡ്രൈവർ വന്ന് അവനോട് ചൂടാകുന്നു. ക്യാഷ് തരാം എന്ന് പറഞ്ഞിട്ടും അവൻ തയ്യാറാകുന്നില്ല. വാൻ ഡ്രൈവർ പോലീസിനെ വിളിക്കുന്നു. പോലീസ് വന്ന് ജാക്കാളിൻ്റെ കാർ ചെക്ക് ചെയ്യുന്നു. അവൻ്റെ ഗൺ കാണുന്നു. ഉടനെ ജാക്കാൾ പോലീസുകാരനെയും വാൻ ഡ്രൈവറിനെയും ഷൂട്ട് ചെയ്ത് ഗൺ വാൻ ഡ്രൈവറുടെ കയ്യിൽ പ്ലേസ് ചെയ്ത് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ജാക്കാൾ തൻ്റെ ഭാര്യയെ വിളിച്ച് അവനുള്ള ഇടത്തേക്ക് വരാൻ പറയുന്നു. സംശയവുമായി നിൽക്കുന്ന അവൾ ഉടനെ തന്നെ അവൻ്റെ അടുത്തേക്ക് പോകുന്നു. ബിയങ്ക റിട്ടയർ ചെയ്ത് ഒരു സ്നൈപ്പറിനെ കാണുന്നു. 3800 മീറ്റർ ദൂരം ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ആരെയെങ്കിലും അക്കാലത്ത് പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. പക്ഷേ ഒന്നും തന്നെ കിട്ടുന്നില്ല. ജാക്കാളിൻ്റെ ഭാര്യ അവൻ്റെ അടുത്ത് വരുന്നു. വന്നപാടെ ഒരടി കൊടുക്കുന്നു. വീട്ടിൽ കണ്ട റൂമിൻ്റെയും അതിൽ കണ്ട കാര്യങ്ങളും ചോദിക്കുന്നു. ഞാൻ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉള്ള പണക്കാരായ ആളുകളെ സഹായിക്കുന്ന ജോലിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. അവർക്കെന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാനത് സോൾവ് ചെയ്യും എന്ന് ജാക്കാൾ പറയുന്നു. അവൾ ഗണ്ണിനെക്കുറിച്ച് ചോദിക്കുന്നു. അത് സ്വയം രക്ഷയ്ക്കാണെന്ന് പറയുന്നു. മുഴുവൻ സത്യങ്ങളും അവൻ പറഞ്ഞില്ലെങ്കിലും അവളെ സമാധാനിപ്പിക്കാൻ അവന് സാധിക്കുന്നു. അലിസൻ്റെ ഭർത്താവ് അവളെ കൊല്ലുന്നു. അവളുടെ ഫോണിൽ നിന്ന് ബിയങ്കയ്ക്ക് മെസ്സേജ് അയക്കുന്നു, അവളെ മീറ്റ് ചെയ്യണമെന്ന്. ബിയങ്ക കാണാനെത്തിയപ്പോൾ അയാൾ അവളെ ആക്രമിക്കുന്നു. അവൾ അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു. പക്ഷേ അയാൾ ബിയങ്കയെ ഫോളോ ചെയ്യുന്നു. ബിയങ്ക പെട്രോൾ പോലീസിനെ അറിയിക്കുന്നു. അവർ എത്തുന്നു. പക്ഷേ അയാൾ ഒരു ബോട്ടിൽ ചാടി രക്ഷപ്പെടുന്നു. ജാക്കാളിൻ്റെ അടുത്ത ടാർഗറ്റായ ബിസിനസ്മാൻ്റെ സെക്യൂരിറ്റി ഒഫീഷ്യൽസ് അയാൾക്ക് വധഭീഷണിയുണ്ട് എന്ന് പറയുന്നു. റിവർ എന്ന ആപ്പിൻ്റെ ലോഞ്ച് മാറ്റിവെക്കണം എന്ന് പറയുന്നു. പക്ഷേ അയാൾ അതിന് തയ്യാറാകുന്നില്ല. അത് കറക്റ്റ് സമയത്ത് തന്നെ നടക്കും എന്ന് പറയുന്നു. ജാക്കാൾ റിവർ ആപ്പ് ലോഞ്ച് ചെയ്യുന്ന ഓഡിറ്റോറിയത്തിൽ വാച്ച് ചെയ്യാൻ എത്തുന്നു. ഷൂട്ട് ചെയ്യാൻ കറക്റ്റ് പൊസിഷൻ നോക്കി നിൽക്കുമ്പോൾ പ്ലാറ്റ്ഫോം അകന്ന് അവൻ താഴേക്ക് പോകുന്നു. പക്ഷേ അവൻ വയറിൽ പിടിച്ച് രക്ഷപ്പെടുന്നു. പക്ഷേ അവൻ്റെ ഫോൺ താഴെ വീഴുന്നു. ജാക്കാൾ തിരിച്ചു കയറി രക്ഷപ്പെടുന്നു. തൻ്റെ ഫോൺ നഷ്ടപ്പെട്ട വിവരം അവിടെയുള്ള സെക്യൂരിറ്റി ഓഫീസറിനെ അറിയിക്കുന്നു. അയാൾ ആ ഫോൺ തപ്പിയെടുത്ത് കൊടുക്കുന്നു. ബിയങ്ക വീട്ടിലെത്തുമ്പോൾ അലിസൻ്റെ ഭർത്താവ് അവളുടെ മകളെ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. അവൾ അവൻ്റെ കാലിൽ ഷൂട്ട് ചെയ്യുന്നു. പോലീസ് വന്ന് അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ജാക്കാൾ തിരികെ ഫ്ലാറ്റിലെത്തുമ്പോൾ അവന് കോൺട്രാക്റ്റ് കൊടുത്ത സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു.